രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ വയനാട്ടിന് ദേശീയ മുഖം ലഭിക്കുമെന്നും ദക്ഷിണേന്ത്യ പിടിക്കാനാകും എന്നും പറയപ്പെടുമ്പോഴും വിമർശകർ ഉന്നയിക്കുന്നത് മറ്റൊന്നാണ്. അമേഠിയിലെ തോൽവി ഭയന്നാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നതെന്നാണ്. ഇവർ വെറുതെ പറയുന്നതല്ല ഇത്. അതിനുള്ള കൃത്യമായ കണക്കുകളും നിരത്തുന്നുണ്ട്. അമേഠി എന്നത് നെഹ്റു കുടുംബത്തിൻ്റെ ഉരുക്കുകോട്ടയാണ്. എന്നാൽ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ എടുത്താൽ അവിടെ വോട്ട് ശതമാനം കുത്തനെ ഇടിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുതന്നെയാണ് തോൽവി ഭയന്ന് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും പറയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ പരമാവധി സീറ്റ് നേടാനാണ് രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വമെന്ന് കോൺഗ്രസ് പറയുമ്പോഴും അമേഠിയിലെ വോട്ട് കണക്കുകൾ തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് നൽകുന്നത്. നെഹ്റു കുടുംബത്തിന്റെ ഉരുക്കുകോട്ടയായ അമേഠി കഴിഞ്ഞ 5 വർഷത്തിനിടെ കോൺഗ്രസിന്റെ വോട്ട് സ്വാധീനം കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് പിന്നിൽ അമേഠിയിൽ തോൽക്കും എന്ന ഭയം കാരണമെന്ന വിമർശനത്തിന് പിന്നിൽ വോട്ട് കണക്കുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ പരമാവധി സീറ്റ് നേടാനാണെന്ന് കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിലും അത് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് പ്രകടമായി കാണാൻ കഴിയുന്നില്ല. വയനാട് പോലെ ഒരു സുരക്ഷിത മണ്ഡലം തേടാൻ കോൺഗ്രസ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചതും ഈ ഘടകം തന്നെയാണ്. ഒരു തവണ ജനതാ പാർട്ടിയും 2 തവണ BJPയും ജയിച്ചു കയറിയ ചരിത്രം മാറ്റി നിർത്തിയാൽ കോൺഗ്രസിന് നെഹ്റു കുടുംബത്തിന്റെയും ഉരുക്കുകോട്ട തന്നെയാണ് അമേഠി. 2009-ൽ 3 ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ച രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 2014-ൽ 1 ലക്ഷത്തിൽ പരം വോട്ടിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ആകെ വോട്ടർമാരുടെ എണ്ണം 2.25 ലക്ഷത്തോളം കൂടിയപ്പോഴാണ് രാഹുലിന്റെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞതും. വെറും 37,750 വോട്ടുമായി 2009-ൽ 3-ാം സ്ഥാനത്തായിരുന്ന BJPയാണ് സ്മൃതി ഇറാനിയിലൂടെ 3,748 വോട്ട് നേടി 2-ാം സ്ഥാനത്തെത്തിയത്. 2017-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ കോൺഗ്രസിന് നൽകുന്നത് അത്ര നല്ല വാർത്തയല്ല. അമേഠി ലോക്സഭാ മണ്ഡലത്തിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും കോൺഗ്രസിന് വിജയിക്കാനായില്ല. തിലോയ്, സലോങ്, ജഗദീഷ്പൂർ മണ്ഡലങ്ങളിലും അമേഠിയിലും BJPയാണ് ജയിച്ചത്. ഗൌരിഗഞ്ചിൽ സമാജ്വാദി പാർട്ടിയും 2ഇടത്ത് കോൺഗ്രസ് 3-ാം സ്ഥാനത്തുമെത്തി. 2017-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് പ്രകാരം BJPക്ക് 3,46,260 വോട്ടുള്ളപ്പോൾ കോൺഗ്രസിന് 2,37,216 വോട്ടേയുള്ളൂ. 1 ലക്ഷത്തിലധികം വോട്ട് കുറവ്. അമേഠിയിൽ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നമാണ് വയനാട് തിരഞ്ഞെടുക്കാൻ കോൺഗ്രസിന് പ്രേരണയായത് എന്ന വിമർശകരുടെ അഭിപ്രായം ശരിവെക്കുന്നതാണ് ഈ കണക്കുകൾ. അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ ദക്ഷിണേന്ത്യയിൽ മുഴുവൻ ആ തരംഗമുണ്ടാകും. ദക്ഷിണേന്ത്യയിൽ അത്തരത്തിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ലഭിക്കും എന്ന പ്രതീക്ഷയുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.